ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ അങ്ങ് വരാറായല്ലേ? എന്നാൽ പിന്നെ നമുക്കിന്നൊരു പട്ടുപാവാടേൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാ അളവും ഏത് മെഷർമെൻറ്റിൽ എത്ര തുണി എടുക്കണമെന്ന് തുടങ്ങി വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ನಲ್ಲಿ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഒരുവിധമുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. തയ്യൽ അധികം അറിയാത്തവർക്ക് പോലും തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത്. ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാവാട തയ്ച്ചിട്ടുള്ളത്. 3 വയസ്സിൻ്റെ മെഷർമെൻറ്റാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു പട്ടുപാവാടേൻ്റെ ഒരു ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. ബെൽറ്റും അതിന് താഴത്തേക്ക് നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ടുമാണ് നമ്മൾ പട്ടുപാവാട ചെയ്യുന്നത് നോർമലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 2 മെയിനായിട്ടുള്ള അളവുകളാണ്. അതിലൊന്ന് വേസ്റ്റ് റൗണ്ടാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഏത് അളവാണെങ്കിലും വേസ്റ്റ് റൗണ്ടും ഫുൾ ലെങ്ത്തുമാണ് നമ്മൾ ഈ പട്ടുപാവാടയിൽ എടുക്കുന്ന അളവുകൾ. ഇപ്പം ഞാനിവിടെ 20 ഇഞ്ചുള്ള ഒരു 20 ഇഞ്ച് വേസ്റ്റ് റൗണ്ട്, അതായത് അരവണ്ണം 20 ഇഞ്ചിൻ്റെയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് 24 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 24 ഇഞ്ച് നീളവും 20 ഇഞ്ച് അരവണ്ണവും ഉള്ള ഒരു പട്ടുപാവാടേൻ്റെ സ്റ്റിച്ചിങ് ആണ് നമ്മളിന്ന് കാണുന്നത്. ഇതിപ്പോൾ ഈ 20ന് പകരം നമുക്ക് 25, 30, 35, 40 എന്ന് വേണ്ട എത്ര വേണമെങ്കിലും അരവണ്ണത്തിലുള്ള ഒരു പാവാട നമുക്ക് എത്ര മീറ്റർ തുണി വേണം എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഇതിൽ ഞാൻ 2 ഇഞ്ചാണ് പടി എടുക്കുന്നത്. അപ്പോൾ ഈ 24 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് തിരിക്കണം. പടിക്ക് നമ്മൾ ഈ 2 ഇഞ്ചിൻ്റെ പടി വെക്കാം, 1 ഇഞ്ചിൻ്റെ പടി വെക്കാം, 1.5 ഇഞ്ചിൻ്റെ പടി വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിവിടെ 2 ഇഞ്ചിൻ്റെ പടിയാണ് എടുക്കുന്നത്. ബാക്കി 24ൽ നിന്ന് 2 പോയാൽ ബാക്കി 22 ഇഞ്ച് നീളത്തിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെയാണ്, എത്ര തുണിയാണ് നമുക്കിതിലേക്ക് എടുക്കേണ്ടതെന്നുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ഇഞ്ചിൻ്റെ നമ്മളിപ്പോൾ ആദ്യം നോക്കേണ്ട പ്ലീറ്റ്സിൻ്റെ ഒരു സൈസാണ്. നമ്മൾ എത്ര സൈസിലുള്ള പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ്. 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1.5 ഇഞ്ച് അങ്ങനെയുള്ള ഓരോ സൈസിൽ നമുക്ക് പ്ലീറ്റ്സിൻ്റെ സൈസ് എടുത്തു കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ സൈസാണ് കാണിക്കുന്നത്. 1 ഇഞ്ച് സൈസിലുള്ള പ്ലീറ്റ്സാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം പിന്നെ നമുക്കിനി എത്ര ക്ലോത്ത് വേണ്ടത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് ഏത് അരവണ്ണത്തിലുള്ള ഒരു സ്കേർട്ടും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ വേസ്റ്റ് റൗണ്ട് മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി, ആ ഒരു അളവ് മാറ്റം. ആദ്യം നമുക്ക് വേണ്ടത് ഇപ്പോൾ ക്ലോത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാൽക്കുലേഷനിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് പ്ലീറ്റ്സ്, നമ്മുടെ പ്ലീറ്റ്സിൻ്റെ എണ്ണം ഇൻറ്റു പ്ലീറ്റ്സ് ഇൻടേക്ക്. പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഓരോ പ്ലീറ്റ്സിൻ്റെയും ഉള്ളിലേക്ക് നമ്മൾ എത്ര തുണിയാണ് കടത്തി വിടുന്നത് എന്നുള്ളതാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുമല്ലോ, അതിൻ്റെ വീതിയാണ് പ്ലീറ്റ്സ് ഇൻടേക്ക് എന്ന് പറയുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ വേസ്റ്റ് റൗണ്ട്, നമ്മുടെ അരവണ്ണം. ഇതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്രയാണ്? ഇപ്പോൾ 20 ഇഞ്ച് വേസ്റ്റ് റൗണ്ടുള്ള ഒരു സ്കേർട്ടിന് 1 ഇഞ്ച് വെച്ച് നമ്മൾ പ്ലീറ്റ്സിൻ്റെ എണ്ണം കൊടുക്കുമ്പോൾ 20 ഇഞ്ചാണ് സ്വാഭാവികമായിട്ടും വരിക. നമ്പർ ഓഫ് പ്ലീറ്റ്സ് വരുന്നത് 20 ഇഞ്ചായിരിക്കും. 20 വേസ്റ്റ് റൗണ്ടുള്ള ഒരു സ്കേർട്ടിന് എന്താ പറയുക 1 ഇഞ്ച് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇത് 20 എണ്ണേ വരുള്ളൂ. അതേ 20 ഇൻറ്റു പ്ലീറ്റ്സ് ഇൻടേക്ക്, അതായത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് 4 ഇഞ്ചാണ് ഞാനിവിടെ ഇൻടേക്കായിട്ട് കൊടുക്കുന്നത്. 4 ഇഞ്ചെങ്കിലും വെച്ച് കൊടുത്താലേ നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ ഒരു നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ. അതിൻ്റെ ആ 4ൻ്റെ കൂടെ 20 ഇൻറ്റു 4 പ്ലസ് 20 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അരവണ്ണം. 20 അരവണ്ണം. ആദ്യത്തെ 20 പ്ലീറ്റ്സ്, നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആണ്, എത്ര പ്ലീറ്റ്സ് ആണെന്നുള്ളതാണ് ആദ്യത്തെ 20 ഇൻറ്റു 4 പ്ലീറ്റ്സ് ഇൻടേക്ക് പ്ലസ് 20 വരുമ്പോൾ എത്ര വരും? 100 വരും. ഈ 100 കിട്ടുന്നത് നമുക്ക് ഇഞ്ചസിലാണ് കിട്ടുന്നത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഇഞ്ചസിലാണ്. ഈ ഇഞ്ചസിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയാലാണ് നമുക്ക് എത്ര മീറ്റർ ഫാബ്രിക് വേണം ഈ ഒരു സ്കേർട്ട് തയ്ക്കാനെന്ന്
അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 100-നെ നമ്മളെന്ത് മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ 40 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ 100 അല്ല, 200 അല്ല, 300 ആണെങ്കിലും ഈ 40 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് നമുക്ക് വേണ്ട മീറ്റർ. ഇപ്പോൾ 100-നെ 40 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 2.5 ആണ്. അതായത് 2.5 മീറ്റർ. 2.5 മീറ്റർ ഫാബ്രിക്കാണ് 20 ഇഞ്ച് അരവണ്ണമുള്ള ഒരു സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് സീം അലവൻസായിട്ട് ഈ ഇതിൻ്റെ കൂടെ 100 ഇഞ്ചസിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സ്കേർട്ട് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിത് നമ്മുടെ തുണിയിൽ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ സ്കേർട്ടിന് വേണ്ടി തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ 2 സൈഡും കണ്ടില്ലേ, 2 സൈഡിലും ഇതുപോലെ ഒരേ രീതിയിലുള്ള കസവ് വരുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ട് ഞാനിത് 2.5 മീറ്റർ വാങ്ങിച്ചിട്ടില്ല. ഇത് 2 മീറ്ററേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് അത്യാവശ്യം വീതിയുള്ള ഒരു ഫാബ്രിക്കുമാണ്. മാത്രമല്ല എനിക്കിപ്പോൾ ഒരു 3.5 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലായതുകൊണ്ട് ഒരു 24 ഇഞ്ച് മതിയല്ലോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് ഇത് സെൻറ്ററായിട്ട് നമ്മൾ മടക്കി കഴിയുമ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള നീളം ഇറക്കം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 2.5 മീറ്റർ 2 മീറ്ററിൽ കൊണ്ട് തന്നെ നമുക്ക് കാര്യം നടക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി നീളമുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഒരു നീളമുള്ള കുട്ടികൾക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് പറ്റില്ല. നമ്മൾ ആ നീളത്തിൽ തന്നെ മേടിക്കേണ്ടി വരും. ഇത് 2 സൈഡും ഒരേ കസവായതുകൊണ്ടും ഇറക്കം അത്ര മതിയായതുകൊണ്ടുമാണ് ഞാൻ 2 മീറ്റർ മേടിച്ചിട്ട് അത് ഒരു കഷ്ണം ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ 1 സൈഡ് നമ്മൾ അളന്ന് നോക്കുമ്പോൾ 80 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. നമുക്ക് വേണ്ടത് 100 പ്ലസ് 2 സീം അലവൻസും കൂടി 102 ഇഞ്ച് വരും. അപ്പോൾ 1 സൈഡ് ഞാൻ എടുത്തപ്പോൾ ഇതിൽ അളന്ന് നോക്കുമ്പോൾ 80 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് ഉള്ളപ്പോൾ ഇത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ ഒരു ലൈൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. 22.5 ഇഞ്ച് 22 എന്നാണ് നമുക്ക് വേണ്ടത്. 1/2 ഇഞ്ച് നമുക്ക് മേലെ ബാൻഡ് പിടിപ്പിക്കുമ്പോൾ സീം അലവൻസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 22.5 ഇഞ്ചിൽ നമുക്ക് ആദ്യം ഇത് മാർക്ക് ചെയ്തെടുക്കാം. 22.5 ഇഞ്ച്. കാരണം 1/2 ഇഞ്ച് അറിയാലോ, അടിഭാഗം നമുക്കൊന്നും ചെയ്യേണ്ട, മടക്കി അടിക്കൊന്നും വേണ്ടാത്തത് കൊണ്ട് അവിടെ നമുക്ക് സീം അലവൻസിൻ്റെ ആവശ്യമില്ല. മുകളിൽ 1/2 ഇഞ്ച് ബാൻഡ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സീം അലവൻസ് പോകുമല്ലോ. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടി 22.5 എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് ഒരു ലാസ്റ്റ് വരെ ഈ 22.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു പീസ് നീളത്തിൽ നമുക്ക് 80 ഇഞ്ചിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. 2 മീറ്റർ ഫാബ്രിക്കാണ് വാങ്ങിയിരുന്നത്, അതുകൊണ്ടാണ് 80 ഇഞ്ച്. 2.5 നമ്മൾ ഒരുമിച്ച് അങ്ങനെ വാങ്ങുവാണെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത പീസും എടുക്കാം. അതും ഇതേപോലെ തന്നെ 22.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 22.5 ലെങ്ത്തും 22 വീതിയും മാർക്ക് ചെയ്തിട്ട് 20 വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് 22 എടുക്കുന്നത്. അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 2 പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആ ജോയിൻറ്റ് നമ്മുടെ ആ ഒരു ഇൻടേക്കിൽ പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, ഇതും കൂടി നമുക്കങ്ങ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു പീസാണ്. അതിൽ 5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ബാൻഡിനേക്കുള്ള പീസ് കട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് 2 ഇഞ്ച് വീതിയിലുള്ള ബാൻഡാണ് എടുക്കുന്നത്. അതിന് നമ്മൾ നടുവ് മടക്കി കഴിയുമ്പോൾ നമുക്ക് 2 ഇഞ്ച് ബാൻഡ് കിട്ടുകയും വേണം. 1 ഇഞ്ച് നമുക്ക് സീം അലവൻസിലേക്ക് പോവുകയും ചെയ്യും. 1/2 ഇഞ്ച് വെച്ച് 1 ഇഞ്ച് സീം അലവൻസിലേക്ക് പോകും. ബാക്കി നടുവ് മടക്കി കഴിയുമ്പോൾ 2 ഇഞ്ച് നമുക്ക് ബാൻഡായിട്ടും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 ഇഞ്ച് ബാൻഡിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. 21 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 2 സൈഡിലേക്കും 1/2 ഇഞ്ച് മടക്കി തയ്ക്കുകയും വേണം. 20 ഇഞ്ച് നമുക്ക് അരവണ്ണം കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഈ ബാൻഡ് 21 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയിലും നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിന് ചെയ്തതുപോലെ നമ്മൾ 1/2 ഇഞ്ച് 2 ഭാഗത്തേക്കും ബാൻഡിലേക്ക് സ്കേർട്ടിലേക്ക് ചേർത്തടിക്കുവാനുള്ള സീം അലവൻസിലേക്കും പോകും. ബാക്കി നമുക്ക് 20 ഇഞ്ച് വീതിയിലാണ് ഇത് ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 1.5 മീറ്റർ ലൈനിങ് 20 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്കേർട്ടിലേക്ക് നമുക്ക് അടയാളപ്പെടുത്താം, മാർക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു 1 ഇഞ്ച് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ഇഞ്ച് നമ്മൾ ഒരു ചേർത്തടിക്കാനൊക്കെ ആയിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ മുതൽ അങ്ങോട്ടേക്ക് 4 ഇഞ്ച് 1 ഇഞ്ച് 4 ഇഞ്ച് 1 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ഒരു ഇഞ്ച് വരച്ച് കഴിയുമ്പോൾ പിന്നീട് 4 ഇഞ്ച് വയ്ക്കുക, 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 4 ഇഞ്ചിൻ്റെ അപ്പുറത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ആ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ലെൻഡ് വരെ നമ്മളത് ആദ്യം ഫുള്ള് മാർക്ക് ചെയ്തിടുക. അതിന് ശേഷം നമുക്കിത് പ്ലീറ്റ്സ് എടുത്ത് വെച്ച് പോകാൻ എളുപ്പമായിരിക്കും. നമ്മൾ ആദ്യത്തെ അത് വിടുക. അതിന് ശേഷമുള്ള 1 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1 ഇഞ്ചിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നിടത്തില്ലേ, ആ 4 ഇഞ്ച് മാർക്കിങ്ങിലേക്ക് ഈ 1 ഇഞ്ചിൻ്റെ ഇത് എടുത്ത് വെക്കുക. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു മാർക്കിങ് ആ 4 ഇഞ്ച് മാർക്കിങ്ങിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുക. അതേപോലെ കുറച്ച് പേൾ പിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യത്തെ പ്ലീറ്റ് നമ്മൾ എടുത്തു. അതേപോലെ 1 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ആദ്യത്തേത് നമ്മൾ എടുത്ത് വെച്ചു. ഓക്കെ, ഇനി അവിടുന്ന് അടുത്ത 1 ഇഞ്ച് മാർക്കിംഗ് ഉണ്ടല്ലോ, ആ 4 ഇഞ്ച് മാർക്കിംഗ് കഴിയുമ്പോൾ നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ആ 1 ഇഞ്ച് മാർക്കിങ്ങിൽ നിന്ന് അടുത്ത 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, 4 ഇഞ്ച് മാർക്കിംഗ് ലൈൻ, ആ ലൈനിലേക്ക് ഈ 1 ഇഞ്ചിനെ ഇതേപോലെ എടുത്ത് ആ 4 ഇഞ്ചിലേക്ക് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് ആ 4 ഇഞ്ചിൻ്റെ ഇൻടേക്ക് എന്ന് നമ്മൾ എടുത്തില്ലേ 4 ഇഞ്ച്, ആ 4 ഇഞ്ച് ഈ ഉള്ളിൽ പോകുന്ന 4 ഇഞ്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇത് 4 ഇഞ്ച്. ഇപ്പോൾ ഇതിൽ വരെ ഈ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്സ് ഇത്ര ഒരു വൃത്തിയിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് 4 ഇഞ്ച് തന്നെ എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പോൾ ആ ഓരോ ഇഞ്ച് ഇതേപോലെ ഓരോ 1 ഇഞ്ചും 4 ഇഞ്ചിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് നമുക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1 ഇഞ്ച് 4 ഇഞ്ച് ആ രീതിയിൽ അടയാളപ്പെടുത്തി പോവുക. എന്നിട്ട് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം എടുത്ത് 4 ഇഞ്ച് മാർക്കിങ്ങിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്ക് സ്കേർട്ടിന് നമുക്ക് അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി തിരക്ക് പിടിക്കുകയൊന്നും വേണ്ട. ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നവർ പതുക്കെ ചെയ്താൽ മതി. ഇതേപോലെ നമ്മൾ ഫുള്ള് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് അയൺ പ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് നല്ലപോലെ അയൺ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്കേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏതളവിൽ വേണേലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു ടെൻഷനും വേണ്ട. കുറച്ച് പതുക്കെ സാവധാനത്തിൽ ചെയ്താൽ മതി. തിരക്ക് പിടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റ് ഒക്കെ പറ്റിപ്പോകുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം കൂടി ഇതേപോലെ ഒന്ന് പിടിച്ച് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ പ്ലീറ്റ്സും ഒന്നിനൊന്ന് അടുത്തടുത്തടുത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നുണ്ടെങ്കിൽ കുത്തി വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് വെച്ചിട്ട് നെല്ലാണൊന്ന് നല്ല ഇതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. നല്ല ലെവലിൽ തന്നെ നിന്നോളും. നമ്മളിത് സ്കേർട്ട് ഈ ഒരു സമയത്ത് തന്നെ അയൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് തയ്ച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് അയൺ ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കിട്ടില്ല. അയൺ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിത് ജോയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇത്രയും ഒരു പ്ലീറ്റ്സ് നമ്മളെല്ലാ പ്ലീറ്റ്സും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചില്ലേ, പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് അയൺ ചെയ്ത് സെറ്റാക്കി വെക്കാം. പിന്നെ അത് അവിടെ നിന്ന് അനങ്ങില്ല. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടൊക്കെ നമുക്ക് ഒന്നിന് മേലെ ഒന്നായി നിൽക്കുമ്പോൾ ചിലപ്പം ഫ്രണ്ട് ശരിയാകുമ്പോൾ ബാക്ക് ശരിയാവണം എന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അയണിങ് കൂടെ ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ വർക്കിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് കഴിയും. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളാണ്. പ്ലീറ്റ്സ് ഒന്ന് ലെവലാക്കി പിടിച്ചെടുക്കുക എന്നുള്ള ഒരു പണി മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടല്ല, ഒരു പണിയായിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും സ്വന്തമായിട്ടൊക്കെ സ്കേർട്ടൊക്കെ തയ്ച്ചിടാൻ വേണ്ടിയിട്ട്
എന്തായാലും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കുന്നതും അവരിട്ട് കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഞാനും എൻ്റെ മോള് ഉണ്ടായതിന് ശേഷമാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിലേക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഇൻവോൾവ് ആയത്. ഇപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഇതിലേക്ക് ബാൻഡ് വെക്കാം. ബാൻഡ് വെക്കുമ്പോൾ ഞാനിപ്പം ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ മെയിൻ ഫാബ്രിക്കിൻ്റെ, അതിനുള്ള ഒരു കട്ടി കുറവായതുകൊണ്ട് അതേ അളവിൽ തന്നെ അതിൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ പീസും കൂടി എടുത്ത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ബാൻഡ് വെക്കുന്നത്. അപ്പോൾ ഒരു ബാൻഡിനൊരു കട്ടി ഉണ്ടാവും. ബാൻഡ് നല്ല പിടിച്ചെടുത്ത് നമുക്ക് നിൽക്കുകയും ചെയ്യും, ചുരുണ്ടൊന്നും പോകത്തില്ല. കനം കുറഞ്ഞ തുണിയാണെങ്കിൽ വേഗം അത് ചുരുണ്ട് ഇരിക്കും. ഇതിപ്പോൾ ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കട്ടി ഉണ്ടാവും. അതുകൊണ്ട് തീരെ കനം കുറഞ്ഞ തുണിയാണെങ്കിൽ ഒരു ലൈനിങ്ങും കൂടി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കത് ഞാൻ ആ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ട് സൂചിയെല്ലാം അഴിച്ചെടുക്കാം. ഒരേ ലെവലിൽ വെച്ചിട്ട് നമുക്കത് ഒന്ന് ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുത്തി വെച്ചിരിക്കുന്നതൊക്കെ അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാൻഡ് ആ ലൈനിങ്ങും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ 4 സൈഡും ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് മടക്കി കൂടി അടിച്ചെടുക്കണം. ഉൾവശത്ത് വെച്ചിട്ടാണ് ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ 2 സൈഡും കൂടി നമുക്കൊന്ന് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി അടിച്ചെടുത്ത് വെക്കാം. അതും കൂടി ഒന്ന് ഇനി നമുക്ക് ലൈനിങ് അടിച്ചെടുക്കണം. ലൈനിങ്ങിൻ്റെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ അരവണ്ണം കറക്റ്റാക്കി എടുക്കണം. അടിഭാഗം ലൈനിങ്ങിൻ്റെ അടിഭാഗം കൂടി മടക്കി അടിച്ച് ഇതുപോലെ ഞൊറിയിട്ട് അരവണ്ണത്തിന് കണക്കായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇതുപോലെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലത്തെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാനത് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മെയിൻ സ്കേർട്ട് ഉണ്ടല്ലോ, സ്കേർട്ടിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശം സ്കേർട്ടിനോട് ചേർന്ന വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ ഉൾവശവും തമ്മിലാണ് ചേർന്നിരിക്കേണ്ടത്. അത് നമുക്കിതിങ്ങനെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ സൈഡ് ഞാനൊരു 2 സൈഡ് ലൈനിങ് നമ്മൾ ചേർത്ത് അറ്റാച്ച് ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഈ ഒരു സൈഡ് വശം 2 സൈഡ് വശവും ഒരു 4 ഇഞ്ച് വീതിയിൽ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങും കൂടി ചേർത്തിട്ട് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. വോയിസ് ഓവർ കൊടുക്കണ നേരത്താണ് ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. 2 സൈഡും ഒരു 4 ഇഞ്ച് നീളത്തിൽ ലൈനിങ്ങും മെയിൻ ഈ സ്കേർട്ടിൻ്റെ നല്ല വശമുണ്ടല്ലോ, സ്കേർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്തടിച്ചിട്ടുണ്ട്. അത് ഞാൻ വിട്ടുപോയതാണ്, വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ലൈനിങ് ചേർത്തടിച്ചതിന് ശേഷം ആ ഒരു ബാൻഡ് ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. സ്കേർട്ടിൻ്റെ നല്ല വശത്ത് ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ട് അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ ലൈനിൽ കൂടെ തന്നെ അടിക്കുകയാണ് ചെയ്തത്. ഇനി അതിന് ശേഷം അത് ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ച് മടക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു സീം അലവൻസ് എല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നല്ല
ഒരു ലെവലിലായിട്ട് വെച്ചോ, വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യരുത്. കറക്റ്റ് ലെവലിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോകുക. അതേ ഒരു ആദ്യത്തെ സ്റ്റിച്ച് പോയ അതേ ലെവലിൽ തന്നെ അടിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ അത് ഫുള്ള് ഇപ്പത്തേക്ക് വെച്ച് ബാൻഡ് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡും കൂടി ജോയിൻ ചെയ്താൽ മതി. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം കണ്ടില്ലേ, ഞാൻ ആ ഒരു 4 ഇഞ്ച് വീതിയിൽ 4 ഇഞ്ച് നീളത്തിൽ ലൈനിങ്ങും നല്ല തുണിയും കൂടെ മടക്കി അടിച്ചതാണ് കാണുന്നത്. സൈഡ് ജോയിൻ ചെയ്യുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, ആ വശത്ത്. അതിന് ശേഷമേ നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്യാവുള്ളൂ. എനിക്ക് വീഡിയോയിൽ കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. 4 ഇഞ്ച് തന്നെ നീളം വേണമെന്നില്ല. നമുക്കൊരു എത്ര നാൾ നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്നുണ്ടോ ആ അത്രയും ഓപ്പണിങ്ങിൻ്റെ അത്ര ഭാഗം നമ്മൾ അടിച്ചാൽ മതി. ഓപ്പണിങ് ഒരുപാട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. ഒരു 2, 2.5 ഓപ്പൺ കൊടുത്താൽ മതി കേട്ടോ. അത്രേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ഭാഗം മാത്രം രണ്ടും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം സൂചി കുത്തി നിർത്തിയിട്ട് ലൈനിങ് തനിയെ സ്കേർട്ട് തനിയെ അങ്ങനെ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സൂചി കുത്തി നിർത്തുക. അതിന് ശേഷം ഈ ലൈനിങ് അങ്ങോട്ട് രണ്ടും ഉള്ളിൽ മാറ്റി വെക്കാന്ന് വെച്ചാൽ കുറച്ച് തള്ളി മാറ്റി വെക്കുക. മേൽഭാഗത്തത് മുകളിലേക്കും താഴ്ഭാഗത്തത് ഉൾവശത്തേക്കും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് തമ്മിൽ തനിയെ അടിച്ചു പോരുക. അതിനുശേഷം ലൈനിങ് തന്നെ അടിക്കുക. അപ്പം ഞാൻ മെയിൻ ഫാബ്രിക് മാത്രമാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തത്. ഇനി നമ്മൾ എവിടെയാണോ സൂചി കുത്തി നിർത്തിയ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് മെയിൻ ക്ലോത്ത് നല്ലോണം അങ്ങോട്ട് തള്ളി മാറ്റി വെച്ചതിന് ശേഷം അവിടെ ഇതുപോലെ ലൈനിങ് എടുത്ത് വെച്ചിട്ട് ആ ലൈനിങ് തമ്മിൽ ജോയിൻ ചെയ്ത് താഴെ വരെ ജോയിൻ ചെയ്ത് പോരുക. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയാലും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇതും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിന് ഓണത്തിൻ്റെ പട്ടുപാവാടേൻ്റെ പണി കഴിയും. ഓക്കെ, നമ്മൾ ആ ഒരു ബാൻഡ് തയ്ച്ചില്ലേ, അവിടെ ഒരു ഹോള് പോലെ ഉണ്ടല്ലേ, അതും കൂടി അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എന്താ പറയുക, ഇതിന് കൊളുത്താണ് വെച്ച് കൊടുക്കുന്നത്, വള്ളി വെച്ച് കൊടുക്കുന്നില്ല, 2 കൊളുത്താണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ ആ ഒരു ഇതിൻ്റെ ആവശ്യമില്ല, ഹോളിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എക്സ്ട്രാസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് വശത്തെ ആ ഒരു ഹോള് നമുക്ക് ജോയിൻ ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ പട്ടുപാവാടയുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ പാവാടേൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തതാണ്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ സ്കേർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ എല്ലാവരും ഇത്തവണ പാവാടയൊക്കെ തയ്ച്ച് നോക്കണം. നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കാം കറക്റ്റ് ആണോയെന്ന്. നമ്മൾ 24 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ എടുത്തത്. 2 ഇഞ്ച് നമ്മുടെ ബാൻഡ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് 22 ഇഞ്ചുമാണ് വരേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം അളവൊക്കെ കറക്റ്റ് ആണോയെന്ന്. ഓരോ ഇഞ്ചിൻ്റെ പ്ലീറ്റ്സാണ് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഹുക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് ഹുക്ക് ഇതുപോലത്തെ ഒരു ഹുക്ക് നമ്മൾ ഉൾവശത്തും അത് ഇടുന്ന ഹുക്ക് നമുക്ക് പുറത്തുമാണ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഹുക്ക് നമ്മൾ എപ്പോഴും അരവണ്ണത്തേക്കാഞ്ഞ് ഒരു കുറച്ച് ടൈറ്റിൽ വേണം ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് അരവണ്ണത്തിൻ്റെ സൈസിൽ വെച്ചിരുന്നാൽ ലൂസായി പോകും. ഒരു 1-1.25 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിന് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.